കേരളത്തിലെ എല്ലാ മിൽമാ ബൂത്തുകളും നാം ഇതാ പണയമായി വെക്കുന്നു. മിൽക്ക് ബൂത്തുകളോ? സമ്മതം. അതും പോയോ അണ്ണ? വിഷമിക്കേണ്ട ഭീമ, നമ്മുടെ നാട്ടിലെ എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളും നാം ഇതാ പണയമായി വെക്കുന്നു. നോ, ഉപയോഗശൂന്യമായ ഒരു വസ്തു പണയം വെച്ച് ചൂതാടാൻ കൗരവർ തയ്യാറല്ല. മറ്റെന്തുണ്ട് പണയമായി വെക്കുവാൻ? കേരളത്തിലെ സകല പാർട്ടി ഓഫീസുകളും പണയമായി വെച്ച് യുധിഷ്ഠിരൻ അണ്ണ. നോ, കൊള്ള സങ്കേതങ്ങൾ പണയം വെച്ച് ചൂതാടാൻ ഞങ്ങൾ തയ്യാറല്ല ഭീമരെ. മറ്റെന്തെങ്കിലും പറയൂ. എന്നാൽ കേരളത്തിലെ എല്ലാ റോഡുകളും പണയം. കുഴികൾ നികത്തിയിട്ടാണെങ്കിൽ ഞങ്ങൾ റെഡി. കുഴികൾ നികത്തുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ റേഷൻ കടകളും പണയം വെക്കുന്നു. കൗരവപക്ഷത്തെ നോറ്റിച്ചു കൊല്ലാനുള്ള നിങ്ങളുടെ തന്ത്രം അത് മനസ്സിലിരിക്കട്ടെ. വെരി സോറി. ഇനി പണയം വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഉണ്ട്. പഞ്ചപാണ്ഡവന്മാർക്ക് പണയം വയ്ക്കുവാൻ ഒന്നുകൂടി ബാക്കിയുണ്ട്. എന്താണത്? പഞ്ചപാണ്ഡവരുടെ പ്രിയപത്നിയായ പാഞ്ചാലിയെ പണയം വെച്ച് ചൂതാടൂ. സാധ്യമല്ല. ഇംപോസിബിൾ. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണ്ടേ? സമ്മതിക്കൂ ബ്രദർ. യെസ്, പാഞ്ചാലിയെ പണയമായി വെക്കുന്നു. പാഞ്ചാലിയും ഇതാ കൗരവർ കടിമ. നിർത്തു. ഇത് തന്നെ നാം തക്കന്മാർത്തിരുന്ന അവസരം. ശ്രദ്ധ കൽപ്പിച്ചാലും പഞ്ചപാണ്ഡവരുടെ പ്രിയപത്നിയായ പാഞ്ചാലിയെ ഈ സദസ്സിൽ കൊണ്ടുവന്ന് പരസ്യമായി വസ്ത്രാക്ഷേപം നടക്കട്ടെ. ആരെവിടെ? അളിയൻ അല്ല അടിയൻ. പാഞ്ചാലി ഈ സദസ്സിലേക്ക് കൊണ്ടുവരൂ. പഞ്ചപാണ്ഡവന്മാരെ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അറിയാൻ പാടാത്ത കളി കളിക്കല്ലേ കളിക്കല്ലേ എന്ന്. ഇപ്പോഴെന്തായി? നിങ്ങൾ 5 പേരും പട്ടിണിയായില്ലേ? ഭീമ, എന്നെ രക്ഷിക്കൂ. വസ്ത്രാക്ഷേപം നടക്കട്ടെ. നടക്കട്ടെ. ദൂരദർശനിൽ നാം കാണാറുള്ള തിരനോട്ടം പരിപാടി ഒന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് തിരനോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികൾ. തിങ്കളാഴ്ച 5:30 ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരു 5 രൂപ പോരാമോ? ചൊവ്വാഴ്ച 5:40 സർവകലാ പ്രതിഭ മാംസളകുമാരി അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി നൃത്തം. ചന്ദ്രകലാധരന്റെ കൺകുളിർക്കാൻ ദേവി